താനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞത് തൊഴിലാളികൾക്ക് മറ്റുള്ള എന്തെല്ലാം സ്ഥാപനങ്ങൾ പൂട്ടിക്കെട്ടിയായിരുന്നു? എന്തെല്ലാം സ്ഥാപനം? ഏതെങ്കിലും ഒരു സ്ഥാപനം അവർ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ പേരെടുക്കാനായിട്ട് മുമ്പൊക്കെ വിഴിഞ്ഞം പദ്ധതിയിൽ ഞാൻ പോയിരുന്നായിരുന്നു. യഥാർത്ഥത്തിൽ അത് വേറെ ആൾക്കാരെല്ലാം കൂടെയാണ്. അന്ന് ഇവർ എതിർത്ത പാർട്ടിയാണ്. VS അച്യുതാനന്ദനും പിണറായി വിജയനും ഒക്കെ എതിർത്ത് അവരെ പഴയ ഇതൊക്കെ എപ്പോഴും കിടപ്പുണ്ടായിരുന്നത്. ഇപ്പം അവർക്ക് പേരെടുക്കാനായിട്ട് മക്കളും കുടുംബവും എല്ലായിട്ടൊക്കെ വന്ന് മരുമോനുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. മരുമോന് മന്ത്രിസഭ കിട്ടിയെന്ന് വെച്ചാൽ സ്ത്രീധനം കൊടുത്തതാണ് മോക്ക് വേണ്ടി. അങ്ങനെയാണ് ഒരു റിയാസ് വന്നിട്ടുള്ളത്. നാളെ ഇനിയിപ്പോൾ ഞാൻ അവന്മാരിട്ട് തല്ലിയാൽ എനിക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് സമയമായിട്ട് എന്താണോ ഗുണം നൽകുന്നത് ആ പാർട്ടിയോടാണ് നമുക്ക് താല്പര്യം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടക്കാനുണ്ട്. അതിനിടയിലാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. കാരണം ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വില, എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. ഈ പിണറായി ഇങ്ങനെ പൊക്കുന്നത് നമുക്കൊരു അതിശയമാണ്, ജനങ്ങൾക്കൊരു അതിശയമാണ്. എന്താണ് ഇതിന്റെ ഉള്ളടക്കമെന്ന് നമുക്ക് ഇതുവരെ അറിഞ്ഞുകൂടാ. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഭരണം ഒരല്പം കടുത്തുപോയി. കടുത്തു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു വെറുപ്പ് തോന്നി.